പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനം നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മരണാർത്ഥമുള്ള സ്റ്റാമ്പ് അബുദാബിയിൽ പ്രകാശനം ചെയ്യുകയാണ്. മാത്രമല്ല, ബഹ്റൈനുമായി ബഹിരാകാശ ഗവേഷണം അടക്കമുള്ള മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യ ഒപ്പുവയ്ക്കുന്നുമുണ്ട്. പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ ബഹ്റൈനിൽ നിലവിൽ പുരോഗമിച്ചു വരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ UAE സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രപിതാക്കന്മാർക്കുള്ള ആദരവായാണ് ആചരിക്കുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് മഹാത്മാഗാന്ധി സ്മാരക സ്റ്റാമ്പ് അബുദാബിയിൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യുന്നുണ്ട്. ഒപ്പം UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെ പേരിലുള്ള രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിക്കുന്നുമുണ്ട്. വ്യാപാര ഇടപാടുകളടക്കം ഉപയോഗിക്കാവുന്ന റൂപേ കാർഡ് പ്രധാനമന്ത്രി UAEയിൽ അവതരിപ്പിക്കും. അതേസമയം ശനിയാഴ്ച ബഹ്റൈനിലെത്തുന്ന നരേന്ദ്രമോദി ബഹ്റൈൻ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. ബഹിരാകാശ ഗവേഷണം, പുനരുപയോഗ ഊർജം തുടങ്ങിയ മേഖലകളിൽ വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നുമുണ്ട്. മനാമയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രവാസി ഇന്ത്യക്കാരെ മോദി അഭിസംബോധന ചെയ്യും. ഗൾഫ് മേഖലയിലെ ആദ്യ ക്ഷേത്രമായ മനാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ മോദി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഞായറാഴ്ച ഉച്ചയോടെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഫ്രാൻസിലേക്ക് മടങ്ങും. അബുദാബി കിരീടാവകാശിയും UAE സായുധ സേനയുടെ സർവ്വസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ക്ഷണമനുസരിച്ചാണ് പ്രധാനമന്ത്രി അവിടേക്ക് എത്തുന്നത്. ഇന്ത്യയിലെ ഇക്കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിനിടെയാണ് ഏപ്രിൽ 1 UAEയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് മോദിക്ക് സമ്മാനിക്കും എന്ന പ്രഖ്യാപനം വരുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ആയിരുന്നു ഇക്കാര്യം പ്രഖ്യാപിച്ചത്. UAE രാഷ്ട്രപിതാവും പ്രഥമ പ്രസിഡന്റുമായ ഷെയ്ഖ് സായിദിന്റെ സ്മരണാർത്ഥമുള്ളതാണ് സായിദ് മെഡൽ. ഇന്ത്യയും UAEയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ നൽകിയ സംഭാവനകൾ കണക്കിലെടുത്തായിരുന്നു UAE പുരസ്കാരം പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ച അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി UAE രാഷ്ട്ര നേതാക്കളുമായി വിവിധ വിഷയങ്ങളിൽ ചർച്ച നടത്തും. ശനിയാഴ്ച ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലേക്ക് പോകുന്ന മോദി അവിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ രാജകുമാരനുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള ആദരസൂചകമായി ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ ഒരുക്കുന്ന അത്താഴ വിരുന്നിലും നരേന്ദ്രമോദി സംബന്ധിക്കും. മനാമയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദി നിർവഹിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.